എണീറ്റു. ഒന്നില്ല പല്ലൊക്കെ തേച്ച് എല്ലാം വന്നപ്പോഴത്തേക്കും ഉപ്മാവ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ ഉപ്മാവ് റെഡിയായി. ഇന്ന് രാവിലെ ഉപ്മാവും ചായയും കൂടെ കഴിച്ചു. പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട കേട്ടോ, ചൂടോടെ ഉപ്മാവും കഴിക്കാൻ അതെനിക്ക് എന്തായാലും ഇഷ്ടം. അതിനുശേഷം നമ്മുടെ വീട് നടക്കുന്ന നമ്മുടെ സൈറ്റിൽ നിന്ന് പോയി അതിനിടയ്ക്കൂടെ ഓടി നടന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ പലക ആണി പേടിച്ച് ഞാൻ പെട്ടെന്ന് വന്ന് പോരുകയും ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് വരുമ്പോൾ പപ്പ അത് മീൻ മേടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് മീൻ മേടിച്ച് കയ്യിലോട്ട് കെട്ടി. അപ്പോൾ ഇങ്ങനെ ടൗണിൽ പോകാനുള്ളതുകൊണ്ട് നേരെ പാത്രത്തിലാക്കി നേരെ എടുത്ത് ഫ്രിഡ്ജിലോട്ടങ്ങ് എടുത്ത് വെച്ചു. അപ്പോൾ ഞാൻ പോകാനുള്ള പരിപാടിയാണ്. ഓക്കെ അല്ലേ? എങ്ങനെയുണ്ട്, കൊള്ളാമോ ടീഷർട്ട്? കുറച്ച് വയറ് കൂടുതലുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും അത് നോക്കി ഞാൻ ടൗണിലെത്തി. ഇപ്പോൾ ATM മുമ്പിലാട്ടോ. ഒന്ന് കുറച്ച് പൈസയൊക്കെ എടുത്ത് പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴ. അതിനുശേഷം സൂപ്പർ മാർക്കറ്റിൽ കയറിയത് ഒരു ഫിഷ് കട്ടർ മേടിച്ചു. ഫിഷ് കട്ടർ ഇല്ലാണ്ട് പരിപാടി ഒന്നും നടക്കൂല എന്ന് നന്നായിട്ട് ചെയ്യാറുണ്ട്. ഒരു ഫിഷ് കട്ടറും ഒരു പീളറും കൂടെ ഞാൻ അവിടെ നിന്ന് മേടിച്ചു. അതിനുശേഷം വരുന്ന വഴിക്ക് തട്ടുകടയിൽ കയറി ഒരു ഉണ്ടക്കായയും ഒരു ചായയും കൂടെ കുടിച്ചു. അത് കഴിഞ്ഞ് പെട്ടെന്ന് തിരിച്ചെത്തി. അപ്പോൾ വരുന്ന വഴിക്ക് കുറച്ച് പച്ചക്കറിയും ഫ്രൂട്ട്സും കൂടെ എല്ലാം കൂടെ വാങ്ങിച്ചായിരുന്നേ. അതിനുശേഷം മീൻ വെട്ടി തേക്കാൻ വേണ്ടി എടുത്തു. കഴുകി വൃത്തിയാക്കി കുറച്ച് വറക്കാൻ എടുത്ത് മസാല വെട്ടി ഫ്രിഡ്ജ് വെച്ച് ബാക്കി കറി വെക്കാണ്. അപ്പം ഒരു 3 കഷ്ണം എടുത്ത് വറുത്ത് ബാക്കി കറി വെക്കുകയും ചെയ്തു. കുടംപുളി കേട്ട നല്ല മീൻ കറി കേട്ടോ, നമ്മുടെ കോട്ടയം സ്റ്റൈൽ മീൻ കറിയാണ്. പക്ഷേ കുറച്ച് ചോറും മീനും ഒക്കെ കൂട്ടി കഴിച്ചപ്പോൾ പുറത്തിറങ്ങുമ്പോൾ നല്ല മഴ. അങ്ങനെ കഴിക്കുന്ന സമയത്ത് എന്തായാലും നല്ല 4-4:30 ആയപ്പോഴത്തേക്ക് ഒരു ചായ കൊണ്ടൊക്കെ ഇട്ട് കുടിച്ചു. മഴ കഴിയുമ്പോൾ ചെറിയ പണിയുണ്ട് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടേക്ക് ഇന്ന് കുറച്ച് കല്ലൊക്കെ എടുത്ത് നാളെ നമ്മൾ സൈറ്റിൽ കൊണ്ടുവെക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് അറുവാനെ കയറ്റിയിട്ട് ഒരു 10-50 കല്ല് അവിടെ കൊണ്ടുവച്ചു. ബാക്കി കുറച്ച് കല്ലും കൂടെ അവിടെ ഇരിപ്പുണ്ട്. അതിനുശേഷം കുളി കഴിഞ്ഞ് വന്നു കേട്ടോ.